ജനങ്ങളെ സേവിക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷേ ഇവിടുത്തെ MLA ആണോ മറ്റൊരു നിയോജകമണ്ഡലത്തിന്റെ കോൺഗ്രസോ CPM മറ്റൊരു CPM MLA ആണെങ്കിൽ അവർ ഈ വോട്ട് നേടി ജനങ്ങളുടെ വിശ്വാസം നേടി MLA ആയി കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ MLA 5 കൊല്ലമൊന്നുമല്ല, 5, 10, 15 കൊല്ലമായിട്ടൊരു MLA ആണ്. പക്ഷേ ഈ നിയോജക മണ്ഡലം നോക്കിയാലോ അതിന്റെ അപ്പുറം തിരുവനന്തപുരം നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം MLA ആവുന്നത്. പക്ഷെ ഇന്നും നിയമത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പരിഹരിക്കാണ്ട് നിൽക്കുന്നു. ഒരു MLA കടുമയല്ലേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം? ഒരു MLA ഉത്തരവാദിത്വമല്ലേ നാടിനെ നന്നാക്കാൻ, നമ്മളെ കുട്ടികൾക്ക് ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ, ഉണ്ടാക്കാൻ, അതൊരു അധ്വാനിക്കാൻ? പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഞാൻ 5 കൊല്ലം മാത്രം നോക്കുന്നുണ്ട്. ഇവിടുത്തെ MLA എന്തെല്ലാം ചെയ്തില്ല എന്നൊരു റിപ്പോർട്ട് ചോദിച്ചപ്പോൾ അതൊരു 10-12 പേജ്. അത് ഞാൻ വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അതിന് സമയം ഉണ്ടാവില്ല. പക്ഷെ ഇന്നും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി 2021 കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി, ഇന്നും ഫംഗ്ഷൻ ചെയ്തില്ല. അത് നിയമമണ്ഡലത്തിൽ പനത്തുറ കടലാക്രമണം കാരണം അവര് വീടുകളെല്ലാം തകർന്നു കിടക്കുന്നു, നശിക്കുന്നു. അതിനെക്കുറിച്ച് നിയമം MLA ഒന്നും ചെയ്യുന്നില്ല. നിയമം രജിസ്ട്രേഷൻ കോംപ്ലക്സ് 2018 തുടങ്ങി, ഇന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന് ഇനോഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിവില്ല, താല്പര്യമില്ല. ഇന്നും തിരുവല്ലം അമ്പലത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറിച്ച് വാഗ്ദാനം തന്ന MLA ഒന്നും ചെയ്തിട്ടില്ല. ആറ്റുകാൽ ടൗൺഷിപ്പ് പ്രോജക്റ്റിനെ കുറിച്ച് MLA എത്രയോ വാഗ്ദാനം തന്നതാണ്, ഒരു ചുക്കും നടന്നിട്ടില്ല. അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഇവിടെ നമ്മൾ 1.5 മണിക്കൂർ ഇരിക്കേണ്ടി വരും. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, എല്ലാം ശരിയാവുമാണ് MLA പാർട്ടി 10 കൊല്ലം മുമ്പ് പറഞ്ഞത്. ഇന്ന് സ്ഥിതി എന്താണ്? ഒന്നും ശരിയായിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഇതാണ് സത്യം. എന്നിട്ട് ഇലക്ഷന്റെ മുമ്പ്, 1 മാസം മുമ്പ് ഇവര് വിവാദങ്ങൾ സൃഷ്ടിക്കും. ഇറാന്, ഗാസ, സിറിയ എല്ലാം. നിങ്ങൾക്ക് വോട്ട് കൊടുത്തത്, നിങ്ങൾക്ക് വോട്ട് തന്ന് വിശ്വസിച്ചത് MLA ആക്കിയത് നിയമം ജനങ്ങളല്ലേ? ഇറാന്റെ ആൾക്കാരാണോ ധർമ്മടത്തിന്റെ MLA മുഖ്യമന്ത്രി ആക്കിയിരിക്കുന്നത്? ഞാൻ ഇന്നലെ ധർമ്മടം എന്നോട് പറഞ്ഞു അത് CPM-ന്റെ കോട്ടയാണ്. അതെങ്ങനെയാണ് കോട്ടയായത്? മഹാരാജാവാണോ? അവിടെ ഒരു പരിപാടിയിൽ 5000 ജനങ്ങൾ വന്ന് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല MLA മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അപ്പൊ കോട്ടയൊന്നല്ല, ഇതെല്ലാം കുറ്റകരമായ അനാസ്ഥയെ ഒരു ഹബ്ബാക്കി മാറ്റിയിരിക്കുന്ന ഈ MLA-മാര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളുടെ വികാരം എന്താണ്? മതിയായി MLA, മതിയായി രാഷ്ട്രീയം, മതിയായി വഞ്ചന. മാറ്റം തുടങ്ങാം മാറ്റം. നമുക്ക് വേണ്ടത് എന്താണ്? വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന MLA, അതിനുവേണ്ടി അധ്വാനിക്കുക, ആത്മാർത്ഥമായ സത്യസന്ധയോടെ അധ്വാനിക്കുന്ന ഒരു MLA. നേമത്തിലും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരത്തും. അതാണ് നമ്മുടെ ആവശ്യം, ജനങ്ങളുടെ ആവശ്യം. ഓരോരോ വാഗ്ദാനങ്ങൾ തരിക, വോട്ട് നേടുക, എന്നിട്ട് 5-10 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. അതല്ല വേണ്ടത്. BJP-ന്റെ രാഷ്ട്രീയം, BJP-ന്റെ രാഷ്ട്രീയം വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ മകളുടെ അക്കൗണ്ടിൽ കാശ് ഉണ്ടാക്കാനോ
ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്യാനോ, ജനങ്ങളെ വഞ്ചിക്കാനാണോ, ജനങ്ങളെ ഉപദ്രവിക്കാനാണോ? അതിനല്ല. അതാണ് CPM കോൺഗ്രസ് കൊല്ലം കൊല്ലമായിട്ട് ചെയ്യുന്നത്, പതിറ്റാണ്ടായിട്ട് ചെയ്യുന്നത്. ഞങ്ങള് ഒരു അവസരം ചോദിക്കുമ്പോൾ നാടിനെ നന്നാക്കണം, അത് ഞങ്ങൾ അധ്വാനിക്കും. അതാണ് ഞങ്ങളുടെ ഉറപ്പ്. കുട്ടികളുടെ ഭാവിക്ക് ഞങ്ങൾ അധ്വാനിക്കും, നല്ല ഭാവി സൃഷ്ടിച്ചു തരും. നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം നിയമത്തിലും ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു അവസരം ചോദിക്കുന്നത്. വികസനം ജനമവകാശമാണ്. ഇതാദ്യം ഒരു പ്രസാദോ കൈ പിടിച്ചിട്ടില്ല, കൈ തൊഴുത് ഒരു ഫേവർ ഒന്നല്ല. ഞങ്ങൾ എല്ലാവരുടെയും ജനമവകാശമാണ്. ഒരു ഉത്തരവാദിത്തമില്ലുള്ള ഒരു MLA ആ വികസനത്തിന് വേണ്ടി അധ്വാനിക്കും.